ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മിന്നു എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് മിന്നു. എനിക്ക് 25 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. എൻ്റെ ബാപ്പ ഗൾഫിലാണ്. എനിക്ക് ഒരു അനിയനുണ്ട്. ഉമ്മ ഹൗസ് വൈഫാണ്. ഞങ്ങളുടേത് ഒരു സന്തുഷ്ട കുടുംബമാണ്. സാമ്പത്തികമായി നല്ല നിലയിലാണ്. എന്നെ ചെറുപ്പത്തിലേ കെട്ടിച്ചിടണമെന്ന് എൻ്റെ ബാപ്പയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. 18 വയസ്സായപ്പോൾ എന്നോട് പറഞ്ഞതാണ് നീ വിവാഹം കഴിക്കാൻ. പക്ഷേ ഞാനാണെങ്കിൽ നിർബന്ധിച്ചു. എനിക്ക് പഠനം ഒരു വഴിക്കായിട്ട് മാത്രം മതി കല്യാണമെന്ന്. അങ്ങനെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ കല്യാണം. എനിക്ക് ഇഷ്ടം തോന്നിയ ഒരാളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്ന് വെച്ച് അത് പ്രേമകല്യാണമൊന്നും ആയിരുന്നില്ല. ഞാൻ കോളേജിൽ പോകുമ്പോൾ ഇക്കയെ കാണുമായിരുന്നു. എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഹസ്ബൻഡ് വീട്. അദ്ദേഹത്തെ അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ മിക്കവാറും കാണും, ജിമ്മിൽ നിന്ന് ഇറങ്ങി വരുന്നതും. പിന്നെ അവിടെ ഒരു ഷോപ്പുണ്ട്, ആണുങ്ങളുടെ ഡ്രസ്സൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. ആ ഷോപ്പിൽ നിൽക്കുന്നതും ഒക്കെ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. എന്നെയും നോക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു കൂട്ടുകാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹായിക്കയെ കാണാൻ എന്ത് രസമാണ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ നോക്കിയില്ലെങ്കിൽ കൂടി അവൾ ചൂണ്ടിക്കാണിക്കും. അപ്പം ഞാനും നോക്കും. അവൾക്ക് അങ്ങേരുടെ പ്രേമമാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവളെ ശ്രദ്ധിക്കാറില്ല, എന്നെ ശ്രദ്ധിക്കാറില്ല. ഇവൾക്കാണെങ്കിൽ കയറി മുട്ടാനുള്ള ധൈര്യവുമില്ല. അങ്ങനെ കോളേജ് പഠിക്കുമ്പോഴൊക്കെ അവളുടെ ഒരു വിദൂര കാമുകനായിട്ട് അവൾ പ്രതീക്ഷിച്ച് സങ്കല്പിച്ച് അദ്ദേഹത്തെ പറയുമായിരുന്നു. എൻ്റെ മനസ്സിലും ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരെ നോക്കിയില്ലെങ്കിലും അത്രയും സുന്ദരനായ ഒരാളെ കാണുമ്പോഴേക്കും ഒരിഷ്ടം തോന്നില്ലേ? അങ്ങനെ എനിക്ക് ഒരിഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഡയറക്റ്റ് ഞാൻ മിണ്ടിയിട്ടൊന്നുമില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലിയെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സ്വപ്ന കാമുകനായി കണ്ട എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഡിഗ്രി കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞു. അവൾ വേറെ ആരെയോ കിട്ടിപ്പോയി. എന്തായാലും അവളുടെ സ്വപ്നമായി അവശേഷിച്ചു. എൻ്റെ മനസ്സിലും അദ്ദേഹത്തോട് ഒരിഷ്ടം, അത്രയേ ഉള്ളൂ. എനിക്കും ബാപ്പ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ധൃതി പിടിച്ചിട്ട് കല്യാണാലോചന തുടങ്ങി. അപ്പോൾ 4 ചെക്കന്മാർ എന്നെ കാണാൻ വന്നു. പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ബാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ചേർന്ന് പോകുമെന്ന് എനിക്ക് തോന്നിയില്ല, ബാപ്പയ്ക്ക് തോന്നിയില്ല. അപ്പം എനിക്ക് തോന്നി എന്തായാലും എൻ്റെ ബാപ്പ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് നല്ലൊരാളെ തന്നെ ആയിരിക്കുമെന്ന്. ആ സമയത്താണ് ബാപ്പയുടെ പെങ്ങൾ വിളിക്കുന്നത്. അവരുടെ വീടിനടുത്ത് ഒരു പയ്യനുണ്ട്, വരട്ടെ എന്ന്. അപ്പോൾ ബാപ്പ പറഞ്ഞു അതിനെന്താ, വന്നോളൂ, പ്രശ്നമൊന്നുമില്ലെന്ന്. ശരിക്കും എൻ്റെ ബാപ്പയുടെ പെങ്ങളുടെ വീട് ഇവിടെ കുറച്ചടുത്താണ്, എന്ന് വെച്ചാൽ 2-3 കിലോമീറ്റർ അപ്പുറത്ത്. അങ്ങനെ ഒരു ദിവസം ആ പയ്യൻ വന്നു. കണ്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. കാര്യം ഞങ്ങളെന്നും കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ കക്ഷി തന്നെയാണ്. വീടിന് അടുത്തായതിനാൽ ഇത് നടക്കാൻ എൻ്റെ ബാപ്പയ്ക്കും ആഗ്രഹമുണ്ടായിരുന്നു. ചെക്കൻ എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ബാപ്പയ്ക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാര്യം ഭയങ്കര സുന്ദരനല്ലേ. പക്ഷെ പുള്ളിക്കാരന് ആദ്യം നോട്ടം തന്നെ എന്നെ ഇഷ്ടപ്പെട്ടു. എനിക്കാകെ സർപ്രൈസായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കോളേജിൽ പോകുമ്പം ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടെ നോക്കുമായിരുന്നു, എന്നെ ഓർമ്മയുണ്ടോയെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നെ അങ്ങനെ പല പെൺകുട്ടികൾ നോക്കാറുണ്ട്, ഞാൻ നോക്കാറുണ്ട്, പക്ഷെ അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അന്ന് എന്നെ കണ്ടപ്പോൾ സൗന്ദര്യം നോക്കിയിട്ടില്ലേ, എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ വഴി കൂടെ പോകുന്ന പെണ്ണുങ്ങളെല്ലാം സൗന്ദര്യം കണ്ട് നമ്മൾ നോക്കി എന്താണ്, ഒന്നുമില്ല, നോക്കുമ്പോൾ അങ്ങോട്ടൊന്നും നോക്കും. അത് കഴിഞ്ഞിട്ടിപ്പം അവരുടെ എല്ലാം പുറകെ പോകാൻ പറ്റുമോ? എനിക്ക് അത്തരം സ്വഭാവങ്ങളൊന്നുമില്ല. പിന്നെ കല്യാണം കഴിക്കാൻ അത് നമ്മുടെ വീട്ടുകാരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് പറ്റിയ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക, അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കൊള്ളാം, ഭർത്താവും നല്ല സ്വഭാവമുള്ള ആൾ എന്നെനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ചോദിച്ചു എന്ത് ചെയ്യുകയാണെന്ന്. അപ്പോഴാണ് പറഞ്ഞത് പുള്ളി ആ ജിമ്മ് നടത്തുന്നുണ്ട്, പിന്നെ ഈ ഒരു ബോയ്സിൻ്റെ ഷോറൂം നടത്തുന്നുണ്ട്. കൊള്ളാം, ഒരു ബിസിനസ്മാനാണ്. അങ്ങനെ എൻ്റെ കല്യാണം പെട്ടെന്ന് ഉറപ്പിച്ചു. എൻ്റെ മാമി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു എടി നിനക്ക് കിട്ടിയിരിക്കുന്നത് സൂപ്പർ ചെക്കനെയാണ്, എത്ര പെണ്ണുങ്ങളാ അവനെ മോഹിക്കാമെന്നറിയാവുന്ന. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് പഴയ കഥകൾ ഓർമ്മ വന്നു. കണ്ട പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെടും. അവസാനം എൻ്റെ കയ്യിൽ നിന്ന് കാക്ക കൊത്തി പറിച്ചുകൊണ്ട് പോകുന്ന പോലെ ഏതെങ്കിലും പെണ്ണുങ്ങൾ കൊണ്ടുപോകുമോ? എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു കല്യാണത്തിന് മുമ്പേ. എന്തായാലും വിവാഹം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. മിതമായ ഒരാളാണ്. അങ്ങനെയൊന്നും വലിയ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റുമില്ല.
പെണ്ണുങ്ങളോട് വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നോടും താല്പര്യം മിതമായിട്ട് മാത്രമേ ഉള്ളൂ. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നോട് എപ്പോഴും ചേർന്നിരിക്കണം, എൻ്റെ കൂടെ എപ്പോഴും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ 1 മാസത്തിൽ തന്നെ ഞാൻ നല്ല രീതിയിൽ നിർബന്ധം പിടിക്കാൻ തുടങ്ങി. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു എനിക്ക് അദ്ദേഹത്തെ. പിന്നെ കുറച്ച് സംശയമുണ്ടായിരുന്നു മാഡം. അതുകൊണ്ട് തന്നെ ഫോണൊക്കെ ഞാൻ പരിശോധിക്കും. അദ്ദേഹത്തിന് അതൊന്നൊരു പ്രശ്നമല്ല. ഇക്ക പറയും നീ ഫോൺ നോക്കുകയോ വാട്സാപ്പ് എടുത്ത് നോക്കുകയോ ഫേസ്ബുക്ക് എടുത്ത് നോക്കുകയോ എന്ത് വേണമെങ്കിലും നോക്കിക്കൊള്ളാൻ പറയും. പക്ഷേ ഒത്തിരി പെണ്ണുങ്ങളും ആൺകുട്ടികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിനകത്ത് മെസ്സേജ് അയക്കും. അദ്ദേഹം അതിനൊന്നും മറുപടി കൊടുത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ 6 പാക്കിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും എല്ലാവരും വിരിച്ചു വരും. ഇങ്ങനെ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് വല്ലാത്ത കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്നുമില്ല, ഒരു സെലിബ്രിറ്റി ഇമേജ് ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സൊക്കെ നടത്തും, മറ്റുള്ളവർ നമ്മളോട് അട്രാക്റ്റഡ് ആകും, നമുക്ക് നമ്മുടെ ബിസിനസ്സും പണവും ഒക്കെ അല്ലേ മുഖ്യം, അത്രയേ ഉള്ളൂ, അതിൻ്റെ ഗിമിക്കാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ശരിയാണ്, ഇപ്പോൾ സൗന്ദര്യം ഉണ്ടെങ്കിൽ അത് മറ്റു മാർഗങ്ങളിൽ കൊണ്ടുപോകാതെ നല്ല മാർഗത്തിന് ഉപയോഗിക്കാമല്ലോ, അത് നല്ലൊരു സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞതിൽ പിന്നാണ് എനിക്ക് ഇക്കയോടുള്ള ആ ഒരു സംശയവും ആവശ്യമില്ലാത്ത പൊസസീവ്നെസ്സും ഒക്കെ മാറിക്കിട്ടിയത്. പിന്നെ പുള്ളി അധികമായി ഒന്നും പ്രതീക്ഷിക്കുന്ന ടൈപ്പല്ല. ഞാനും അങ്ങനെ തന്നെയാണ്. സ്നേഹമുണ്ടെങ്കിലും ഐറ്റംസ് ഞങ്ങൾക്കിടയിൽ വളരെ കുറവായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട്, ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഇക്കയെ കണ്ട് മോഹിച്ച് പിന്നീട് കല്യാണം കഴിച്ചു പോയ ആ എൻ്റെ ഫ്രണ്ടില്ലേ, അവൾ എന്നെ ഒരു ദിവസം കാണാൻ വന്നു. അപ്പോൾ അവൾക്ക് ഒരു കുട്ടിയുമുണ്ട്. അവനെയും കൊണ്ടാണ് വന്നത്. എൻ്റെ കല്യാണത്തിന് അവൾ വന്നിരുന്നു, പക്ഷെ അധികം സംസാരിക്കാൻ പറ്റിയില്ല, കാര്യം ഭർത്താവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ തനിയാണ് വന്നത്. വന്നു കഴിഞ്ഞ് അവൾ ദീർഘനേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നീ ഒരു ഭാഗ്യവതിയാണ്. എനിക്കൊരിക്കലും അദ്ദേഹത്തെ കിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അപ്രതീക്ഷിതമായി ദൈവം കറക്കി തിരിച്ച് നിനക്ക് തന്നെ കൊണ്ടുവന്നല്ലോ. എത്രയോ പെണ്ണുങ്ങളുടെ സ്വപ്ന കാമുകനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എടീ അതൊക്കെ കറക്റ്റാണ്. കല്യാണം കഴിച്ച ആദ്യത്തെ കുറേ മാസം എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളിക്ക് അത്തരം താല്പര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പുള്ളി ഇങ്ങനെ ഷോ ബിസിനസ് ചെയ്യുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. അല്ലാതെ എല്ലാവരും നോക്കി അല്ലെങ്കിൽ എല്ലാവരുടെയും പുറകെ നടക്കുന്ന ഒരു ടൈപ്പല്ല. പിന്നെ നിന്നോട് ഞാൻ കാര്യങ്ങൾ പറയാം. ആവേശവും വളരെ കുറവാണ്. വെറും മിനിമലായിട്ടുള്ള ആവേശമേ ഉള്ളത്. അത് കേട്ടവൾ മൂക്കത്ത് വിരൽ വെച്ചു. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നിന്റെ ഭർത്താവിനെ പോലുള്ളവർ, അവർ ദീർഘനേരം ജാക്ക്പോട്ട് കുതിരയെപ്പോലെ ഓടും. ഏത് മലഞ്ചെരിവും അവർ ഓടിക്കയറും. അവർക്ക് ഒരിക്കലും ഒരു സ്റ്റോപ്പേജ് ഇല്ല എന്നൊക്കെ അവൾ പറഞ്ഞു. നീ എന്താ പറഞ്ഞത്? അങ്ങനൊന്നുമല്ല, 1/2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതെല്ലാം കഴിയുമ്പോഴേക്കും എല്ലാം ശാന്തമാകും. അവൾ പിന്നെയും അത്ഭുതം ഭാവിച്ചു. ഞാൻ അത് വിശ്വസിക്കില്ല. അദ്ദേഹം അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. എത്രയോ പേര് സ്വപ്നം കാണുന്ന ആളാണ്. നിന്റെ കയ്യിൽ നിന്ന് എന്തോ മിസ്റ്റേക്കുണ്ട് എന്ന് പറഞ്ഞ് അവൾ എന്നെ ചോദിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് അദ്ദേഹം, എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വിശദമായിട്ട് ചോദിച്ചു. ഞാനപ്പോൾ അളവുകോൽ പോലെ എൻ്റെ കൈകൾ കൊണ്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, ഓ എനിക്ക് തോന്നുന്നില്ല നീ പറഞ്ഞത് കറക്റ്റാണെന്നും, എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട്. 1/2 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താടി, തൊട്ട് കൂട്ടാൻ സമയം പോലുമില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നേയില്ല. നിൻ്റെ കയ്യിലാണ് കൂടുതൽ മിസ്റ്റേക്കും. എന്താടി എൻ്റെ കൈ മിസ്റ്റേക്ക്? ഞാൻ ഇക്കയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിലോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിലോ ഒന്നുമല്ല മോളെ, മറ്റു പല സ്നേഹങ്ങളുമുണ്ട്. നീ താലോലിച്ച് തുടങ്ങണമെന്ന്. ഒന്ന് പോടി, പുരുഷന്മാരല്ലേ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കേണ്ടത്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല, ഇനി വരുമ്പോൾ ഇക്കയെ നിനക്ക് ഒത്തിരി ഇഷ്ടമാണ്. നീ കാത്തിരിക്കുകയായിരുന്നു. താലോലം പാടാൻ, കാണാൻ പോലും നിനക്ക് കൊതിയാണ്. എല്ലാത്തിനും നിനക്ക് കൊതിയാണ്. കൊതിയോടുകൂടി ഇക്കയെ നീ സമീപിക്കണം. നീ നല്ല രീതിയിൽ കൂടുതൽ ആക്റ്റീവായി അദ്ദേഹത്തോട് പെരുമാറണം. എന്നാലും എടി, ഞാൻ അങ്ങോട്ട് കയറി, അതൊന്നും ഒരു പ്രശ്നവുമില്ല. പുരുഷന്മാർക്ക് അതൊത്തിരി ഇഷ്ടമാണ്. ഭാര്യ നമ്മളെ അംഗീകരിക്കുന്നു. അപ്പോൾ ഓടി വരുമ്പോഴേ ഭാര്യ ഓടി ചെന്നിട്ട്, ചേട്ടാ ഇന്ന് ഇന്ന് എന്ന് പറഞ്ഞിട്ട് വേണം വേണം എന്നുള്ള രീതിയിൽ തന്നെ ഓടിച്ചെന്നാൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. തഴുകി ഉണർത്തിയാൽ മാത്രം പോരാ. പിന്നെ എന്താ നീ ഉദ്ദേശിക്കുന്നത്? മോളെ, കുഞ്ഞിലെ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോഴേക്കും നിനക്ക് ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു? ഞാൻ പറഞ്ഞു, എന്തായിരുന്നു? അലുവ. എടി സ്കൂളിൽ പോകുമ്പോൾ എവിടുന്ന് അലുവ? അല്ല, അല്ലാതെ മിഠായി നിനക്ക് എന്തായിരുന്നു ഇഷ്ടം?
ഞാൻ പറഞ്ഞു എനിക്കും ഈ കോലിമുട്ടായി ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ, അപ്പോൾ നിനക്ക് കാര്യങ്ങൾ വ്യക്തമായില്ലേ? അത് കേട്ട് ഞാൻ ഞെട്ടി വന്ന് പോടി, ഇക്കൊന്നും ഇഷ്ടമല്ല. എൻ്റെ ദൈവമേ, ഇവളൊക്കെ ഏത് ജനറേഷനിലാണ് ജീവിക്കുന്നത്? ഇക്കയ്ക്ക് ഇഷ്ടമല്ലെന്ന് പോലും. എടി, പുരുഷന്മാർ പലപ്പോഴും ഭാര്യമാരോട് പറയാൻ മടിക്കുന്ന സംഗതികളാണ്. എന്നിട്ടെന്താ, അവർ പലതും തേടി പല സ്ഥലത്തും പോകും. മറ്റു പെണ്ണുങ്ങളാകുമ്പോൾ അവർക്ക് നിയന്ത്രണങ്ങളില്ല. സ്വന്തം വീട്ടിൽ നിന്ന് ബിരിയാണി, നെയ്ച്ചോറും ചട്ടിപ്പത്തിരും കിട്ടിക്കഴിഞ്ഞാൽ എന്തിനാടി വെല്ലടത്തും പോയി പഴംപൊരി തിന്നുന്നത് എന്ന് അവൾ ചോദിച്ചു. എന്നാലും എടി, ഞാൻ അങ്ങോട്ട് ചെന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു, നിന്റെ ഭർത്താവാണ്, ഒരു പ്രശ്നവുമില്ല, നീ അങ്ങോട്ട് ചെല്ലണം, സ്നേഹത്തോടു കൂടി ആക്റ്റീവായി പെരുമാറണം. അതുമാത്രമല്ല, ഭർത്താവിനേക്കാൾ നീ സ്നേഹിക്കേണ്ടത് വേറൊരു കാര്യമാണ്. എന്ത് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ കൈ ഉയർത്തി രാഗ്യം കാണിച്ചിട്ട് ചെവിയിൽ ആ പേര് പറഞ്ഞു. ഷൂ, ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്ന് പോടി. ആ, ഇനി നീ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലല്ലേ നിന്റെ ഭർത്താവ് മിക്കവാറും 2-3 വർഷത്തിനുള്ളിൽ പാറി പറന്ന് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോകും. വല്ല ഇത്താമാരുടെ കൂടെ പുള്ളിയെ കണ്ടിട്ട് അയ്യോ എൻ്റെ ഭർത്താവിനെ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ച് എന്നെ വിളിക്കരുത്. അല്ലെങ്കിൽ ഇപ്പം തന്നെ മോള് വീട്ടിൽ നിന്ന് നല്ല ഒപ്പന ചുവടുകൾ വെച്ച് തുടങ്ങുമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അയ്യേന്ന് തോന്നിയെങ്കിലും ഇക്കയ്ക്ക് അതൊക്കെ ഇഷ്ടമാകുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ ഇക്കയും ഒരുമാതിരി നാണമുള്ള ആളാണ്, ഞാനും കുറച്ച് നാണമുള്ള ആളാണ്. അതുകൊണ്ടായിരിക്കുമോ? പണ്ടേ അവളൊരു തലതെറിച്ചവളാണ്. അവൾ വീഡിയോ കണ്ടിട്ടുണ്ട്, ഞാൻ പക്ഷേ വീഡിയോ കണ്ടിട്ടില്ല. സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നമ്മൾ മൊബൈലിൽ തോണ്ടുമ്പോൾ അറിയാതെ വല്ലതും വന്നു കഴിഞ്ഞാൽ അത് കണ്ണിൽ പെടുന്നു എന്നുള്ളതല്ലാതെ ഞാൻ ഒരിക്കലും ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ വേറൊരു വഴിക്കോ കൂട്ടുകാർ തന്നോ ഞാൻ വീഡിയോ കണ്ടിട്ടേയില്ല. അതുകൊണ്ടായിരിക്കുമോ എനിക്കൊന്നും അറിയാത്തത്? എന്തായാലും അങ്ങനെ 2 വീഡിയോ കാണാം. ഞാൻ മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കയും മൊബൈൽ എടുക്കുന്നതാണ്. അവളോട് പറയാം അയച്ചു തരാൻ. ഞാൻ അവളെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ 1-2 നാടൻ വീഡിയോകൾ എനിക്ക് അയച്ചു തന്നു. അത് കണ്ട് ഞാൻ ശരിക്കും ഇത്തിരി ഒന്ന് ഞെട്ടി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും അത്യാധുനികമായ രീതിയിലുള്ള സങ്കല്പങ്ങളും പെരുമാറ്റങ്ങളുമുള്ള ആളുകളുണ്ടെന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത്. അതിനു മുമ്പ് വരെ ഞാൻ ഓർത്തത് ചെറിയ ചടങ്ങുകൾ മാത്രമേ ഉള്ളതാണ്. വലിയ വലിയ ചടങ്ങുകളും ആസ്വദിക്കുന്നവരും അനുകരിക്കുന്നവരും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ലോകം ഒത്തിരി വിശാലമായി. ഞാൻ മനസ്സൊതുങ്ങി നിൽക്കുകയാണ്. ഇക്കയെ അങ്ങനെ തന്നെ ആയിരിക്കാം. ഒരു കണക്കിന് ഞങ്ങൾ 2 പേരെയും വളർത്തിയതിൻ്റെ ഗുണമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ഭർത്താവ് മുൻപോട്ട് പോകാത്തതും പെരുമാറാത്തതും ആ ഒരു ഗുണത്തിൻ്റെ ദോഷവശമാണോ എന്നും എനിക്ക് തോന്നിപ്പോയി. എന്തായാലും അവൾ എന്നെ ഗൈഡ് ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് ഞാൻ ഓർത്തു, ഇത്രയും ഒന്നും കസർത്തുകൾ എനിക്ക് പറ്റില്ല, എങ്കിലും ചിലതൊക്കെ ട്രൈ ചെയ്യാം. അവൾ പറഞ്ഞതുപോലെ പണ്ട് സ്കൂളിൽ പോകുമ്പോഴുള്ള രുചി, അതൊക്കെ എനിക്ക് തുടങ്ങാം. ഭർത്താവ് വരുമ്പോൾ തന്നെ ആവേശത്തോടു കൂടി ഇന്ന് ഒന്ന് തുടക്കം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ എൻ്റെ തങ്കക്കൂട വിൽക്ക എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്നൊരു പേടി. എന്തായാലും അന്ന് ഇക്ക നേരത്തെ വന്നു. ഇന്ന് നല്ല മൂഡിലാണെന്ന് എനിക്ക് തോന്നി. ഇന്ന് വൈകുന്നേരം എന്തായാലും എന്നോട് ചേർന്നിരിക്കാൻ ഒരു ഉദ്ദേശമുണ്ടെന്ന് നോട്ടം കണ്ടപ്പോഴേ മനസ്സിലായി. അങ്ങനെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇക്ക ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പിടിവലി. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്താടി നിനക്കിന്ന് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നെനിക്ക് ഒന്നും പറ്റിയില്ല, എന്തോ എനിക്ക് നിൽക്കി കണ്ടപ്പോഴേക്കും അപാരമായ സ്നേഹം തോന്നുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇക്ക പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില ഇടപെടലുകളും കൈകടത്തലുകളും നടത്തി. കൃഷിഭൂമിയിലെ മൂലക്കല്ല് സ്വന്തമാക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു അദ്ദേഹം. പറഞ്ഞു, നിനക്ക് എന്താ പെണ്ണെ പറ്റിയത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നെനിക്ക് ഭ്രാന്ത് ഇളകിയിരിക്കുകയാണ്, മധുരമുള്ള ഭ്രാന്ത്, അടങ്ങിയിരുന്നു ഇക്ക എന്ന് പറഞ്ഞ് ഞാൻ സ്നേഹഭീഷണി മുഴക്കി. എൻ്റെ അത്തരമൊരു പ്രത്യാക്രമണം അദ്ദേഹത്തിന് അത്ഭുതമായിരുന്നു. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എവിടെ നിന്നോ എന്തൊക്കെയോ ഉൾക്കൊണ്ട് വന്നതാണെന്ന്. എങ്കിൽ പിന്നെ ഭാര്യയെ വിശാലമായ മേച്ചിൽ പുറത്തേക്ക് അഴിച്ചുവിടാമെന്ന് അദ്ദേഹവും കരുതി കാണും.
പുരുഷന്മാർക്ക് പല ഉൾമോഹങ്ങളുമുണ്ട്, പക്ഷേ ഭാര്യമാരോടത് പറയുന്നത് ചുരുക്കം ആൾക്കാരാണെന്ന് അവൾ പറഞ്ഞിരുന്നു. പക്ഷേ അവളുടെ ഭർത്താവ് ഭയങ്കര എക്സ്പ്രസീവാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഭർത്താവ് എക്സ്പ്രസീവ് അല്ല, ഞാനുമല്ലായിരുന്നു. ഇന്ന് ഞാൻ എക്സ്പ്രസ് ചെയ്ത് എക്സ്പ്രസ് ട്രെയിൻ പോലെ മുന്നോട്ട് പോകുമെന്ന് അന്ന് തീരുമാനമെടുത്തു. പിന്നെ ഞാൻ സ്കൂളിലെ മാധുര്യം നുകർന്നു കഴിഞ്ഞപ്പോഴേക്കും ഇക്ക എന്നോട് ചോദിച്ചു, പെട്ടെന്നെന്താ നിനക്കിങ്ങനെയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ എനിക്കിഷ്ടം തോന്നുന്നു. ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ ഐറ്റംസ് കൂട്ടണ്ടേ, വെറുതെ ഇങ്ങനെ പോയാൽ മതിയോ ഇക്ക എന്ന് ചോദിച്ചു. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള യഥാർത്ഥ സ്നേഹയുദ്ധത്തിൻ്റെ ആരംഭം കുറുക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ കൂട്ടുകാരി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും, എടി എന്തായി പുരോഗതി ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, പുരോഗതി ഉണ്ടാകുമായിരിക്കാം, വിശാലമായ ഹൈവേ പണിയുന്നുണ്ട് മോളെ, നടക്കുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളോട് ഉണ്ട്, മെച്ചമുണ്ട് എന്ന് പറയുകയുള്ളൂ. സക്സസ് ആയിക്കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അവളോട് പറഞ്ഞത്, എടി ഇപ്പോൾ സക്സസ് ആണെന്ന്. ഇതിനിടയ്ക്ക് എനിക്ക് വിശേഷമുണ്ടായി. അത് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം നിലയ്ക്കുമല്ലോ എന്നോർത്ത് എനിക്ക് ദുഃഖമുണ്ടായിരുന്നു. എന്നാലും വിശേഷത്തെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എനിക്ക് ഒരു കുട്ടിയും പിറന്നു. ആക്ച്വലി ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയൊക്കെ നന്നായി വർക്കൗട്ടായി വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഇമ്പം ചോർന്നു പോകരുത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ എന്നോട് അടുപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഏത് സമയത്തും എന്തിനും ഞാൻ തയ്യാറായിരുന്നു, അവസാന കാലഘട്ടം വരെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുട്ടിയും ഞാനുമായിട്ട് വീട്ടിലായിരുന്നല്ലോ മാഡം. കറക്റ്റ് 3 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇക്കയുടെ വീട്ടിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചത്. അതുവരെ എല്ലാവർക്കും ഭയങ്കര നിർബന്ധം, ഭർത്താവുമായിട്ട് അടുത്ത് പെരുമാറരുതെന്ന്. അത് കേട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വന്നു. ഇക്കയ്ക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ എത്രയൊക്കെ പുരോഗമിച്ചാലും പണ്ടത്തെ ചില തീരുമാനങ്ങൾ മാറ്റില്ലല്ലോ, അതിങ്ങനെ പിന്തുടരും. അതുകൊണ്ട് തന്നെ ആ സമയം നന്നായി ബുദ്ധിമുട്ടി. പിന്നീട് ഞാൻ ഇക്കയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ കാര്യത്തിൽ ഇടയ്ക്ക് ഇടവേളകൾ വന്നു. പഴയതുപോലെ ഒരു മാച്ച് ഫീലിംഗ് ഇല്ല. പഴയ രീതിയിൽ ഇക്ക എങ്ങനെയാക്കിയെടുക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ എന്തോ ഒരു ചർച്ചക്കുറവ് പിന്നെയും എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എല്ലാ കാര്യത്തിലും ആക്റ്റീവാണെങ്കിലും ഞങ്ങളുടെ ആ ഒരു തുടക്കകാലത്തെ എല്ലാം അറിഞ്ഞ് പോയ മാസങ്ങളിലെ ആ ഒരു ഫീലിങ്സ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. എവിടാണ് പൊരുത്തക്കിടന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഭർത്താവിനോട് തുറന്നു ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. ഐറ്റംസ് എല്ലാം ഉണ്ട്, പക്ഷേ എവിടെയോ എന്തോ ഒരു മിസ്സിങ് ലിങ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ കാര്യം ഓക്കെയാണ്, അദ്ദേഹത്തിന് എവിടെയോ ഒരു ലാഗ് അടിക്കുന്നുണ്ടോ എന്നെനിക്ക് ഒന്ന് തോന്നി. ഇനിയിപ്പോൾ ഫോൺ നോക്കുന്ന കാര്യം ഞാൻ പിന്നെയും തുടങ്ങണം. എനിക്ക് പിന്നെയും സംശയം ആരംഭിച്ചു. ഞാൻ പുള്ളിയുടെ ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങി. ഫോൺ എടുത്ത് നോക്കുന്നത് പുതുമയൊന്നുമല്ല, ഒന്നും സംശയാസ്പദമായി കാണാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ കൂട്ടുകാരിയോട് ഞാനിതെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളെന്നോട് പറഞ്ഞത് അങ്ങനെയാണ്, പ്രസവശേഷം കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ പുരുഷന്മാർക്ക് ഒരു അകൽച്ച തോന്നും, പിന്നീട് പതുക്കെ അങ്ങ് ശരിയാകും എന്ന് അവൾ എന്നോട് പറഞ്ഞു. പക്ഷേ ഒരു ദിവസം ഭർത്താവിൻ്റെ മൊബൈൽ പരിശോധിച്ച് എനിക്ക് കൂടുതൽ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ കിട്ടി. പക്ഷേ അദ്ദേഹത്തെ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ആക്റ്റീവ് അല്ലാത്ത സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരി എനിക്ക് അയച്ചു തന്ന സെയിം വീഡിയോസ് ആ ഗ്യാലറിയിലുമുണ്ട്. അപ്പോൾ ഇനി അവളായിരിക്കും അയച്ചു കൊടുത്തത്, എനിക്കൊരു സംശയം. പക്ഷേ അങ്ങനെ സംശയിക്കാൻ പറ്റില്ല, കാര്യം ഇത്തരം വീഡിയോകളൊക്കെ ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെ കയ്യിലും റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് പിന്നെയും സംശയം. നോക്കണം, സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ കൂട്ടുകാരിയെ എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, എടി പുതിയ വല്ല വീഡിയോ ഉണ്ടെങ്കിൽ നീ അയച്ചു തരാൻ. എന്തിനാടി, നിങ്ങളുടെ ലൈഫ് സെറ്റായതല്ലേ, അതൊന്നും സാരമില്ല, നീ അയച്ചതാ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അപ്പോൾ ഭർത്താവിൻ്റെ ഗ്യാലറിയിൽ ലാസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്ന വീഡിയോയും അത് തന്നെയാണ്. അപ്പോൾ ഇവൾ തന്നെയാണ് അയച്ചു കൊടുത്തത് എനിക്ക് മനസ്സിലായി.
എൻ്റെ ഭർത്താവിനോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അവളോട് ചോദിച്ചു, തർക്കിച്ചു, ബഹളമുണ്ടാക്കി. അപ്പോൾ അവൾ പറഞ്ഞു, അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരബദ്ധം പറ്റി. നീ എന്തായാലും അദ്ദേഹത്തോട് ഒരു സംസർഗവുമില്ലാതെ 3-4 മാസം വീട്ടിലാണല്ലോ. അപ്പോൾ എനിക്ക് പണ്ടേ പുള്ളി ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ നമ്പർ സംഘടിപ്പിച്ച് ഒന്ന് വല വീശി നോക്കി മോളെ. ആ സമയത്ത് വലയിൽ കുടുങ്ങാൻ ഇത്തിരി ഒരു പ്രയാസം കാണിച്ചു. പക്ഷേ എൻ്റെ എക്കാലത്തെ മോഹമായിരുന്നു ആഴക്കടലിൽ വല വീശി മുത്തും ചിപ്പിയും സ്രാവും ഒക്കെ വാരണമെന്ന്. അങ്ങനെ ഞാൻ ഓരോന്ന് വല വീശി എറിഞ്ഞെറിഞ്ഞ് നോക്കി. അവസാനം അദ്ദേഹം വീഴുകയും ചെയ്തു. അങ്ങനെ എനിക്ക് അദ്ദേഹം സ്വന്തമായി. മോഹിച്ച പുരുഷനെ ഒരു വട്ടമെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത ഏത് സ്ത്രീയാണ് ഉള്ളത്? എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒന്ന് പറ്റിപ്പോയി. എന്നോട് നീ ക്ഷമിക്കണം. ആകെ കൂടി 3 വട്ടം, അത്ര മാത്രമേ ഉള്ളൂ. നിൻ്റെ ഭർത്താവിൻ്റെ തെറ്റല്ല, ഞാനാണ് എല്ലാം തുടങ്ങി വെച്ചതെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവളോട് പിന്നീട് തർക്കിക്കാൻ അവൾ എന്നെ അനുവദിച്ചില്ല. അവൾ എന്നെ ബ്ലോക്ക് ചെയ്തു. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇപ്പോഴില്ല. ഇത് പറഞ്ഞ് ഞാനും ഇക്കയും തമ്മിൽ ഒത്തിരി വഴക്കും വക്കാണൊക്കെ ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ നല്ല അകൽച്ചയിലാണ്. അദ്ദേഹം സോറി പറഞ്ഞു, തെറ്റ് ചെയ്തു പോയി, ഇനി ആവർത്തിക്കില്ല, അവളുമായി യാതൊരു ബന്ധവുമില്ല, മൊബൈൽ ഫോണെല്ലാം നീ എപ്പോഴും ചെക്ക് ചെയ്തോ എന്ന് പറയുകയാണ്. പക്ഷേ ഇതുവരെയും മറ്റാർക്കും അറിയാതെ ഞങ്ങൾക്കുള്ളിൽ വടംവലി നടക്കുകയാണ്. ഞങ്ങൾ ഒന്നു ചേർന്ന് ഇന്ന് വരെയും പോയിട്ടില്ല. അദ്ദേഹത്തിന് നല്ല ദുഃഖമുണ്ട്, എനിക്കുമുണ്ട്. എവിടെയോ എല്ലാം തടസ്സങ്ങളാണ് മാഡം. ഞാൻ അദ്ദേഹത്തോട് ക്ഷമിക്കണോ? ക്ഷമിച്ച് ഈ ജീവിതം മുന്നോട്ട് പോകണോ? അതോ ഈ വിവാഹബന്ധം ഉപേക്ഷിക്കണോ? ഇങ്ങനെയുള്ളവർ ഭാവിയിലാണെങ്കിലും ചതിക്കില്ലേ? മാഡം എന്താണ് പറയുന്നത്? മാഡത്തിൻ്റെ അഭിപ്രായവും എനിക്ക് കേൾക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശരിക്കും നടന്നത് ഒരു വഞ്ചന തന്നെയാണ്. ഈ സ്ത്രീയുടെ ഭാഗത്ത് ഒട്ടും ന്യായമില്ലാതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ, സ്വന്തം ഭർത്താവിൻ്റെയും നിങ്ങളുടെയും കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മറ്റൊരാളോട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാമായിരുന്നല്ലോ അവർ മോഹിച്ചൊരു പുരുഷനാണ് നിങ്ങളുടെ ഭർത്താവെന്ന്. എന്നിട്ടാണോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇഞ്ചോടിഞ്ച് വിവരിച്ചു കൊടുത്തത്? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇങ്ങനെയുള്ള അനാവശ്യമായ ചർച്ചകൾ പല കാര്യങ്ങൾക്കും വഴിവെക്കും. ചിലപ്പോൾ നല്ലത് സംഭവിച്ചേക്കാമെങ്കിൽ കൂടി ചിലപ്പോൾ ഇതേപോലെയൊക്കെയുള്ള വഴിവിട്ട കാര്യങ്ങളിലേക്കും അത് നയിച്ചേക്കാം. അപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ നിങ്ങളുടെ കൂട്ടുകാർ തന്നെയാണ് വലയെറിഞ്ഞത്. അപ്പോൾ അങ്ങേരി പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂടെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ പോകുകയായിരുന്നു. അപ്പോഴാണ് അതിനൊരു സ്റ്റോപ്പേജ് വന്നത്. ആ സമയത്ത് വലയെറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദൗർബല്യമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് വീണുപോയി. പിന്നെ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞു കാണും, വീഡിയോകൾ കൊടുത്ത് കാണും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു സ്ത്രീ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരാളെയാണെങ്കിലും, നമ്മൾ ആരും പറഞ്ഞതുപോലെ ദൈവങ്ങളൊന്നും അല്ലല്ലോ, എല്ലാവർക്കും കുറച്ച് മനസ്സിന് ചാഞ്ചാട്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പറ്റിയത് തെറ്റ് തന്നെയാണ്. അതിൽ കുറച്ച് നിങ്ങളുടെ തെറ്റുമുണ്ട്, ഭർത്താവിൻ്റെ കയ്യിൽ തെറ്റുണ്ട്. പക്ഷേ അദ്ദേഹം ഇത്രയൊക്കെ പറയുമ്പോഴേക്കും നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോവുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് രണ്ടാമത് ഒരവസരവും നിങ്ങൾക്ക് കൊടുക്കാൻ. കാര്യം ഇതിൽ നിങ്ങളുടെ തെറ്റും കുറച്ചുള്ളത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമതൊരവസരം കൊടുത്തു നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങേര് ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിട്ടിട്ട് പോകാം. പക്ഷേ ഏതൊരു മനുഷ്യൻ്റെയും ആദ്യ തെറ്റ് പൊറുക്കേണ്ടത് ഏത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അവർക്ക് ഒരു കടമയുണ്ട്. മനുഷ്യരല്ലേ? അപ്പോൾ ദൗർബല്യങ്ങളുണ്ട്, ദൗർബല്യങ്ങളില്ലാത്തവർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ തെറ്റ് ക്ഷമിച്ച് ഒന്ന് നോക്കി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക.